സിമ്മിന്റെ പേരിൽ നടക്കുന്ന തട്ടിപ്പിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് പോലീസ്. നിലവിലുള്ള സിം കാർഡ് സിം സംവിധാനത്തിലേക്ക് മാറ്റാൻ ആവശ്യപ്പെട്ട് ബന്ധപ്പെടുന്നവരോട് QR കോഡ്, OTP, പാസ്വേഡ് എന്നിവ പങ്കുവയ്ക്കരുതെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകി. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. സ്വന്തം മൊബൈൽ ഫോണിലെ സിം കാർഡ് സിം സംവിധാനത്തിലേക്ക് മാറ്റാൻ ആവശ്യപ്പെട്ട കസ്റ്റമർ കെയർ സെന്ററുകളുടെ പേരിൽ വരുന്ന ഫോൺ കോളുകളിലെ ചതിയിൽ വീഴരുതെന്നാണ് പോലീസിന്റെ നിർദ്ദേശം. അവർ ആവശ്യപ്പെടുന്ന വിവരങ്ങൾ നൽകുന്നതിലൂടെ ബാങ്ക് അക്കൗണ്ടുകൾ നിയന്ത്രണത്തിൽ കൊണ്ടുവന്ന സാമ്പത്തിക തട്ടിപ്പ് നടത്തുകയാണ് സംഘത്തിന്റെ ലക്ഷ്യമെന്നും പോലീസ് അറിയിക്കുന്നു. എങ്ങനെയാണ് സിമ്മിന്റെ പേരിൽ തട്ടിപ്പ് നടത്തുന്നത് എന്നല്ലേ നോക്കാം. മൊബൈൽ ഫോൺ സർവീസ് ദാതാക്കളുടെ കസ്റ്റമർ കെയർ സെന്ററിൽ നിന്നെന്ന വേചേന ഫോൺ കോളെത്തും. നിലവിലുള്ള സിം കാർഡ് സിം സംവിധാനത്തിലേക്ക് മാറ്റാൻ ആവശ്യപ്പെടും. മൊബൈൽ സേവന ദാതാക്കളുടെ ആപ്പിലോ വെബ്സൈറ്റിലോ പ്രവേശിച്ച 32 അക്ക EID നൽകി സിം സംവിധാനം ആക്ടിവേറ്റ് ചെയ്യാനാണ് അവർ പറയുക. ഇങ്ങനെ ആക്ടിവേറ്റ് ചെയ്യുന്നവരുടെ ഇമെയിലിലേക്ക് ലഭിക്കുന്ന QR കോഡ് തങ്ങൾ നൽകുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു നൽകുവാനും അവർ നിർദ്ദേശിക്കും. QR കോഡ് പങ്കുവച്ചാൽ പങ്കുവയ്ക്കുന്ന ആളുടെ പേരിൽ സിം ആക്ടിവേറ്റ് ചെയ്യപ്പെടും. അതോടെ അവരുടെ സിം കാർഡിന്റെ പൂർണ്ണ നിയന്ത്രണം തട്ടിപ്പ് സംഘത്തിന്റെ കൈകളിലെത്തും. കൈവശമുള്ള സിം പ്രവർത്തന രഹിതമാവുകയും ചെയ്യും. 24 മണിക്കൂറിനുള്ളിൽ മാത്രമേ നിങ്ങളുടെ സിം പ്രവർത്തനക്ഷമമാവുകയുള്ളൂ എന്നായിരിക്കും അവർ പറയുക. ഈ സമയപരിധിക്കുള്ളിൽ മൊബൈൽ നമ്പറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള എല്ലാ ബാങ്ക് അക്കൗണ്ടുകളുടെയും നിയന്ത്രണം അവരുടെ കൈകളിലാകും. തുടർന്ന് ബാങ്ക് അക്കൗണ്ടുകളിലെ പണം സംഘം തട്ടിയെടുക്കുകയും ചെയ്യും. സ്വന്തം സാമ്പത്തിക കാര്യങ്ങളും ഇടപാടുകളും ആരുമായി പങ്കുവയ്ക്കാതിരിക്കുകയാണ് തട്ടിപ്പ് തടയുവാനുള്ള ആദ്യ വഴിയെന്ന് പോലീസ് പറയുന്നുണ്ട്. എല്ലാത്തരം ഡിജിറ്റൽ അക്കൗണ്ടുകൾക്കും 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന അധിക സുരക്ഷാ ക്രമീകരണം ഉപയോഗിക്കണമെന്നും പോലീസ് അറിയിക്കുന്നു. വീഡിയോ ജേർണലിസ്റ്റ് മനുവിനൊപ്പം റിപ്പോർട്ടർ റിനു ശ്രീധർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.